നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും കുറിച്ചുള്ള ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ഇന്ത്യൻ ഫിലോസഫിയും ഏറ്റവും പുതിയ സയൻസും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഉണ്ട്. അതും അവിശ്വസനീയമായൊരു ബന്ധം. നമുക്കിതിലേക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. ഈ ഗട്ട് ഫീലിംഗ് എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറില്ലേ? അത് വെറുമൊരു വാക്കാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലുമല്ല. അത് നമ്മുടെ വയറും തലച്ചോറും തമ്മിലുള്ള ഒരു റിയൽ സംഭാഷണമാണ്. ഏറ്റവും പുതിയ ശാസ്ത്രം ഇപ്പോൾ ആ സംഭാഷണം കേൾക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ രണ്ട് ആശയങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യനെ 5 ലെയറുകളായി കാണുന്ന പുരാതനമായ പഞ്ചകോശ സിദ്ധാന്തം. മറ്റൊന്ന്, നമ്മുടെ വയറും തലച്ചോറും തമ്മിലൊരു ഹൈവേ പോലെ കണക്ട് ചെയ്തിരിക്കുന്ന ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന ആധുനിക കണ്ടെത്തൽ. ഒറ്റനോട്ടത്തിൽ ഒരു ബന്ധവുമില്ലെന്ന് തോന്നാം, അല്ലേ? പക്ഷേ രണ്ടും പറഞ്ഞു വരുന്നത് ഒരേ കാര്യമാണ്. ശരി, നമുക്ക് ഏറ്റവും പുറത്തുള്ള ലെയറിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ ശരീരം, അതായത് അന്നമയ കോശം. ശാസ്ത്രം എന്തിനാണ് ഇതിനെ നമ്മുടെ രണ്ടാമത്തെ തലച്ചോറ് എന്ന് വിളിക്കുന്നതെന്നറിയാമോ? നമുക്ക് നോക്കാം. ഈ അന്നമയകോശം എന്ന് പറഞ്ഞാൽ എന്താണെന്നോ? അന്നം കൊണ്ട് ഉണ്ടാക്കിയത്. സിംപിളായി പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് ഉണ്ടാക്കിയ നമ്മുടെ ഈ കാണുന്ന ശരീരം തന്നെ. നമ്മുടെ ആരോഗ്യത്തിന്റെ ഫൗണ്ടേഷൻ ഇതാണ്. ഇനി കേൾക്കാൻ പോകുന്നതാണ് ശരിക്കുള്ള ട്വിസ്റ്റ്. നമ്മുടെ കുടലിന്റെ ഭിത്തികളിൽ ഏകദേശം 10 കോടിയിലധികം ന്യൂറോണുകളുണ്ട്. നമ്മുടെ സ്പൈനൽ കോഡിലുള്ളതിനേക്കാൾ കൂടുതൽ. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മുടെ വയറിനെ രണ്ടാമത്തെ തലച്ചോറ് എന്ന് വിളിക്കുന്നത്. സ്വന്തമായി ചിന്തിക്കാനും തീരുമാനമെടുക്കാനും കഴിവുള്ള ഒന്ന്. ഈ കണക്ഷൻ എത്ര മനോഹരമാണെന്ന് നോക്കൂ. ആയുർവേദത്തിൽ പറയുന്ന അഗ്നി അഥവാ ദഹനശക്തിയാണ് ഇന്നത്തെ സയൻസിലെ മെറ്റബോളിക് എൻസൈമുകൾ. ദഹിക്കാതെ കിടക്കുന്ന വിഷമായ ആമമാണ് ഗട്ട് ഡിസ്ബയോസിസ്. പണ്ടത്തെ അറിവും പുതിയ കണ്ടെത്തലുകളും ഒരേ പോയിന്റിലാണെത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകാം, അല്ലേ? നമ്മുടെ എനർജിയുടെയും ഇമോഷൻസിനും ലോകത്തേക്ക്, അതായത് പ്രാണമയ മനോമയ കോശങ്ങളിലേക്ക്. പ്രാണമയ കോശം, ഇതാണ് നമ്മുടെ ലൈഫ് ഫോഴ്സ് അല്ലെങ്കിൽ പ്രാണൻ. നമ്മളറിയാതെ തന്നെ നമ്മുടെ ഹൃദയം മിടിക്കുന്നതും ശ്വാസം പോയി വരുന്നതും ഭക്ഷണം ദഹിക്കുന്നതുമെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ എനർജി ലെയറാണ്. അപ്പോൾ ഈ പറയുന്ന പ്രാണന് എന്തെങ്കിലും സയന്റിഫിക് ബേസ് ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. അതാണ് വാഗസ് നെർവ്. തലച്ചോറിനെയും വയറിനെയും കണക്ട് ചെയ്യുന്ന ഒരു സൂപ്പർ ഹൈവേ. ഇതിലേറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ 90% മെസ്സേജുകളും പോകുന്നത് വയറ്റിൽ നിന്ന് തലച്ചോറിലേക്കാണ്, തിരിച്ചല്ല. അതായത് തലച്ചോറ് വയറിനോട് പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വയർ തലച്ചോറിനോട് പറയുന്നുണ്ട്. അടുത്ത ലെയറാണ് മനോമയ കോശം. ഇതാണ് നമ്മുടെ മനസ്സ്. ചിന്തകൾ, ഫീലിംഗ്സ്, ഇമോഷൻസ്, സന്തോഷം, സങ്കടം, ടെൻഷൻ ഇതൊക്കെ വരുന്ന സ്ഥലം. നമ്മുടെ ബ്രെയിനിലെ ലിംബിക് സിസ്റ്റവുമായി നമുക്കിതിനെ കണക്ട് ചെയ്യാം. പക്ഷേ ഒരു ചോദ്യം, ഈ സന്തോഷം, സമാധാനം എന്നൊക്കെ പറയുന്ന ഫീലിംഗ്സ് എവിടെ നിന്നാണ് വരുന്നത്? തലച്ചോറിൽ നിന്നും മാത്രമാണോ? ഇനി വരാൻ പോകുന്നത് കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾ ശരിക്കും ഞെട്ടും. ഇതാണ് ഞെട്ടിക്കുന്ന സത്യം. നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഹാപ്പി കെമിക്കൽ എന്ന് പറയുന്ന സെറോട്ടോണിൻ ഉണ്ടല്ലോ, അതിന്റെ 90% ഉണ്ടാക്കുന്നത് നമ്മുടെ തലച്ചോറിലല്ല, കുടലിലാണ്. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ മൂഡിന്റെ റിമോട്ട് കൺട്രോൾ ഒരു പരിധിവരെ നമ്മുടെ വയറ്റിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഏറ്റവും ഉള്ളിലുള്ള, ഏറ്റവും ഡീപ്പായിട്ടുള്ള ലെയറുകളിലേക്കാണ്. അറിവിന്റെയും ആത്യന്തികമായ ആനന്ദത്തിന്റെയും തലങ്ങളായ വിജ്ഞാനമയ, ആനന്ദമയ കോശങ്ങളിലേക്ക് ഒരു യാത്ര പോകാം. വിജ്ഞാനമയ കോശം, ഇതാണ് നമ്മുടെ ബുദ്ധിയുടെയും തിരിച്ചറിവിന്റെയും ലെയർ. ശരിയേതാ തെറ്റേതാ എന്ന് മനസ്സിലാക്കാനും ചിന്തിച്ച് തീരുമാനങ്ങളെടുക്കാനുമൊക്കെ നമ്മളെ സഹായിക്കുന്നത് ഇതാണ്. ബ്രെയിനിലെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് ഇതിന്റെ മോഡേൺ കൗണ്ടർ പാർട്ട്. നമ്മൾ ആദ്യം സംസാരിച്ച ആ ഗട്ട് ഫീലിംഗ് ഓർമ്മയില്ലേ? അതിന്റെ സയന്റിഫിക് പേരാണ് ഇൻട്രോസെപ്ഷൻ. അതായത് നമ്മുടെ കുടലിൽ നിന്നും മറ്റ് അവയവങ്ങളിൽ നിന്നുമുള്ള ചെറിയ ചെറിയ സിഗ്നലുകൾ പോലും മനസ്സിലാക്കാനുള്ള തലച്ചോറിന്റെ കഴിവ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരം നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഏറ്റവും ഉള്ളിലെ പാളിയിലെത്തിയിരിക്കുന്നു. ആനന്ദമയ കോശം. പുറത്ത് എന്ത് നടന്നാലും പ്രശ്നമില്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരുതരം സന്തോഷവും സമാധാനവുമുണ്ട്. അതാണ് ഈ അവസ്ഥ. യോഗയും മെഡിറ്റേഷനുമൊക്കെ നമ്മളെ എത്തിക്കാൻ ശ്രമിക്കുന്നത് ഇവിടേക്കാണ്. ഇനി കേൾക്കാൻ പോകുന്നത് ശരിക്കും അടിപൊളിയാണ്. സയന്റിസ്റ്റുകൾ നമ്മുടെ തലച്ചോറിൽ സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു കെമിക്കൽ കണ്ടെത്തി. അത് നമുക്ക് സന്തോഷവും റിലാക്സേഷനുമൊക്കെ തരും. അതിനവരുടെ പേരെന്താണെന്നറിയോ? ആനന്ദമൈഡ്. ആനന്ദം എന്ന സംസ്കൃത വാക്കിൽ നിന്ന്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ആശയം മോഡേൺ ലാബിൽ തെളിയിക്കപ്പെട്ടതുപോലെ. ഓക്കെ, ഇതൊക്കെ കൊള്ളാം. പക്ഷെ ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യാനാ, അല്ലേ? നമുക്കിതെങ്ങനെ നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റും? അതിനുള്ളൊരു പ്രാക്ടിക്കൽ ഗൈഡാണിത്. ഇത് ശരിക്കും അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. സിമ്പിളായിട്ട് 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അന്നമയകോശത്തിന് നല്ല ഭക്ഷണം കൊടുക്കുക, പ്രാണമയകോശത്തിനു വേണ്ടി ശ്വാസമെടുക്കുന്നതിൽ ശ്രദ്ധിക്കുക,
മനോമയ കോശത്തെ ശാന്തമാക്കാൻ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കാൻ പഠിക്കുക. ഒന്നിനെ ശ്രദ്ധിക്കുമ്പോൾ മറ്റേരെല്ലാം തനിയേ ശരിയാകും. പണ്ടുമുതലേ നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന ചില കാര്യങ്ങൾക്ക് പിന്നിലെ സയൻസ് നോക്കൂ. ത്രിഫല കുടലിലെ നല്ല ബാക്ടീരിയകൾക്ക് ഭക്ഷണമാണ്. അശ്വഗന്ധ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്നു. പ്രാണായാമം വാഗസ് നെർവിനെ ആക്ടിവേറ്റ് ചെയ്ത് വയറിനെയും മനസ്സിനെയും ഒരുപോലെ കൂളാക്കുന്നു. പണ്ടുള്ളവർക്ക് ഇതൊക്കെ എങ്ങനെ അറിയാമായിരുന്നു എന്ന് തോന്നിപ്പോകും, അല്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞാലും നമ്മുടെ ആരോഗ്യത്തിന്റെ താക്കോല് ഒരുപക്ഷെ നമ്മുടെ വയറ്റിലാണിരിക്കുന്നത്. നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് തരുന്ന സിഗ്നലുകൾ, നിങ്ങളുടെ ആ ഗട്ട് ഫീലിംഗ്, അതിനെ വിശ്വസിക്കുക. കാരണം നിങ്ങളുടെ കുടൽ നിങ്ങളോട് എപ്പോഴും സംസാരിക്കുന്നുണ്ട്. നമ്മളൊന്ന് കേൾക്കാൻ തയ്യാറായാൽ മാത്രം മതി.